2021 വെറും 41 സീറ്റുകളാണ് യു ഡി എഫ് കേരളത്തിൽ പിടിച്ചത്. ഇത്തവണ അത് 80 ആക്കും. അതായത് 2026 80 ആക്കും. അതിൻ്റെ കോൺഫിഡൻസ് ആണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയമെന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ? എങ്ങനെയാണ് മാഷ് വിലയിരുത്തുന്നത്? നിലവിൽ വന്നിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലം വെച്ച് പരിശോധിക്കുന്ന സമയത്ത് 80 സീറ്റ് യു ഡി എഫിന് ആധിപത്യം നിലനിർത്താൻ കഴിയുന്നതാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. കാരണം ഇപ്പോൾ ഉള്ള റിസൾട്ട് വെച്ച് പരിശോധിച്ച് 80-ൽ ഭൂരിപക്ഷം യു ഡി എഫിനാണ്, 58-ൽ എൽ ഡി എഫിനും, 2-ൽ ബി ജെ പിക്കുമാണ്. അതെ. ഇപ്പോൾ നാച്ചുറലി 4 മാസം കഴിഞ്ഞ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇതേ സ്റ്റാറ്റസ് കോ തുടരുമോ എന്ന് വേണമെങ്കിൽ ആർക്കും ചോദിക്കാവുന്നതാണ്. അങ്ങനെ ആയിരിക്കും എന്ന് സാധാരണ രീതിയിൽ നിഗമനത്തിലെത്തുകയും ചെയ്യാം. എന്നാൽ എനിക്കങ്ങനെ തോന്നുന്നില്ല. ഒന്ന്, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ സ്റ്റൈൽ, പാറ്റേൺ അതല്ല നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ. ഇപ്പോൾ കുറച്ച് നാൾ മുമ്പാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടത് എന്താണ്? 101 സീറ്റിൽ യു ഡി എഫ് മുന്നിലായി. എൽ ഡി എഫ് വളരെ കുറച്ച് സീറ്റിലേ ഉള്ളൂ, കുറേ അധികം സീറ്റുകളിൽ ബി ജെ പിയുമായി. അപ്പോൾ അത് വെച്ച് പരിശോധിച്ചാൽ ഒരു 10-15 സീറ്റ് മാത്രമേ എൽ ഡി എഫിന് കിട്ടാൻ പാടുള്ളൂ നിയമസഭ തിരഞ്ഞെടുപ്പ്. അപ്പോൾ അതല്ല എന്ന് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വ്യക്തമാക്കി. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഗ്രൗണ്ട് ലെവലിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പാണ്. അത് നിയമസഭയിലേക്കും വേണമെങ്കിൽ പ്രൊജക്റ്റ് ചെയ്യപ്പെട്ടേക്കാം. പക്ഷെ നമ്മൾ നേരത്തെ ഇതേപോലെ 2010 ഇതേപോലെ എൽ ഡി എഫ് തോറ്റ ഒരു വർഷമായിരുന്നു. പഞ്ചായത്തിൽ ഇതിനേക്കാൾ നല്ല രീതിയിൽ തോറ്റാണ്. അന്നെനിക്ക് തോന്നുന്നു ഏതാണ്ട് 575 സീറ്റോ മറ്റോ യു ഡി എഫിന് ഗ്രാമപഞ്ചായത്തുകൾ അവർക്ക് കിട്ടിയിരുന്നു എന്നുള്ളതാണ്. എൽ ഡി എഫിന് ഏതാണ്ട് ഇതേപോലെയൊക്കെ തന്നെയായിരുന്നു. കാരണം അന്ന് ബി ജെ പിക്ക് കുറവായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 72 സീറ്റാണ് യു ഡി എഫിന് കിട്ടിയത്. 68 സീറ്റ് എന്ന് പറയുന്നത് എൽ ഡി എഫിനുണ്ടായിരുന്നു. 68 സീറ്റിൽ 67 ഒരെണ്ണം ബി ജെ പിക്ക്. അപ്പം അങ്ങനെ അത് മാറുകയാണ് ചെയ്തത്. ഇവിടെയും അങ്ങനെ മാറാം. എന്നുവെച്ചാൽ മാറുന്നതിന് വേറെ ഒരു ഡാറ്റ കാരണം വേറെ ഡാറ്റ ഇതിനകത്ത് കിടക്കുന്നുണ്ട്. ആ ഡാറ്റ എന്താണെന്ന് വെച്ചാൽ ജില്ലാ പഞ്ചായത്ത് 7 ജില്ലാ പഞ്ചായത്തുകളിലാണ് എൽ ഡി എഫ്, 7 ജില്ലാ പഞ്ചായത്തുകൾ യു ഡി എഫ് ആണ്. ഒപ്പത്തിനൊപ്പമാണ് അവിടെ കിടക്കുന്നത്. സാധാരണ പൊളിറ്റിക്കൽ വോട്ട് മുഴുവനും കോർണർ ചെയ്യപ്പെടുന്നത് ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലാണ്. കാരണം അത് ആരും അറിയില്ല. നിയമസഭാ തിരഞ്ഞെടുപ്പ് പോലത്തെ ഒരു സാധനമാണ് ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്. അപ്പോൾ സ്വാഭാവികമായിട്ടും 7-7 എന്ന് പറഞ്ഞ സമയത്ത് ഒപ്പത്തിനൊപ്പം എന്ന് പറയുന്ന ഒരു ഡാറ്റ കിടക്കുന്നുണ്ട്. ആ ഡാറ്റയാണ് പ്രാവർത്തികമാകുന്നതെങ്കിൽ ആര് ജയിക്കും എന്ന് ഇപ്പോൾ പ്രവചിക്കാൻ പറ്റാത്ത തരത്തിലുള്ള മത്സരമായി അത് മാറാം. വളരെ ടൈറ്റായ മത്സരമായിരിക്കാം, ഒപ്പത്തിനൊപ്പമുള്ള മത്സരമായിട്ട് മാറാം. അങ്ങനത്തെ ഒരു സാധനം കൂടി ഇതിനകത്ത് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ 4 മാസം കഴിയുമ്പോൾ ഈ തിരഞ്ഞെടുപ്പിലുള്ള പരാജയത്തെ മുഴുവനും കണ്ടുകൊണ്ട് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താനായിട്ട് ഭരണത്തിലിരിക്കുന്നവർക്ക് കഴിയും. അത് അത്രത്തോളം പ്രതിപക്ഷത്തിരിക്കുന്നവർക്ക് കഴിയില്ല. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഈ തോൽവി യഥാർത്ഥത്തിൽ എൽ ഡി എഫിന് ഗുണകരമാണ് എന്നാണ് പറയുന്നത്. അല്ല, തോൽവി എൽ ഡി എഫിനോട് ജനം പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ ഇനി ഭരിക്കേണ്ട എന്നാണ്. അതാണ് കൃത്യമായിട്ട് തിരുത്താനുള്ള 4 മാസം വേണേൽ തിരുത്താം. ഞാൻ പറഞ്ഞ അത് അവർ ചെയ്യുന്നൊരു കാര്യമാണ്. ജനം ഇവരോട് തിരുത്താനൊന്നല്ല ആവശ്യപ്പെടുന്നത്. ജനം നിങ്ങൾ ഇറങ്ങിപ്പോകൂ എന്ന് തന്നെയാണ് പറയാം. 3-ാം ഊഴത്തിന് പിണറായി വേണ്ട എന്നുള്ളതാണ് പൊതുവായിട്ടുള്ള ജനത്തിൻ്റെ ഒരു മെസ്സേജ് എന്ന് പറയാം. ആ മെസ്സേജ് അങ്ങനെ തന്നെ 2 കൂട്ടരും സ്വീകരിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. പിണറായിയെ മാറ്റാൻ, പിണറായി ഇനി മുഖ്യമന്ത്രി ആവണ്ട, കാൻഡിഡേറ്റ് ആയിട്ട് നിൽക്കണ്ട എന്ന ധൈര്യം എൽ ഡി എഫ് CPM കാണിക്കും. എൽ ഡി എഫ് അത് കാണിക്കാനുള്ള സാധ്യത കുറവാണല്ലോ. കാരണം അവരുടെ ക്യാപ്റ്റൻ, അവരുടെ പവർ സെൻറ്റർ എന്ന് പറഞ്ഞാൽ പിണറായിയാണ് എന്നാണ് അവർ പറയുന്നത്. നമുക്കറിയാം കേരളത്തിലെ ഭരണവിരുദ്ധ വികാരത്തിനൊപ്പം തന്നെ ശക്തമായി നിൽക്കുന്നൊരു വികാരമാണ് പിണറായി വിരുദ്ധ വികാരം എന്ന് പറയുന്നത്.
പക്ഷേ ഭരണനിർവഹണ കാര്യങ്ങളിലൊക്കെ പിണറായി എടുക്കുന്ന വളരെ എന്താണ് സ്റ്റബേൺ സ്റ്റാൻഡുകൾ എന്ന് പറയും. മാറ്റമില്ല, എടുത്ത തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് പറയുന്ന നിലപാടുകൾ പലതും ഭരണരംഗത്ത് ഗുണകരമായിട്ടുള്ള റിസൾട്ടുകൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതിന് പല ഉദാഹരണങ്ങളും പറയാം. നമ്മളിപ്പോൾ ആ ഉദാഹരണങ്ങളൊന്നും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അതാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളവും ഘടകകക്ഷികളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തന്നെ ക്യാപ്റ്റനായിട്ട് നിൽക്കട്ടെ എന്ന് പറയുന്നതിന് കാരണമായിത്തീരുന്നു. എന്നാൽ അതിന് വിമർശനത്തോട് കാണുന്ന ആളുകൾ, ഞാനടക്കമുള്ള ആളുകൾ പറയുന്നത് പിണറായി മാറി നിൽക്കണം എന്നുള്ളതാണ്. കാരണം പിണറായിക്കെതിരെയാണ് ഈ വികാരം മുഴുവനാണ്. നമ്മളത് പറയുമ്പോൾ അത് ഇടതുപക്ഷം ജയിക്കട്ടെ എന്ന് കരുതി പറയുന്നതാണ് എന്നല്ലേ വ്യാഖ്യാനിക്കപ്പെടുകയുള്ളൂ. കാരണം അതിൽ ഒരു കഥയില്ല. കാരണം ഇടതുപക്ഷത്തിൻ്റെ ഭരണചെയ്തികളൊക്കെ മോശമായിട്ടുള്ളതാണ് എങ്കിൽ അതിന് കൂട്ടുത്തരവാദിത്വമാണ് യഥാർത്ഥത്തിലുള്ളത്. പിണറായി വിജയനുള്ള അതേ ഉത്തരവാദിത്വം മന്ത്രിസഭയിലും മറ്റെല്ലാ അംഗങ്ങൾക്കും ഉണ്ട്. അതുപോലെ തന്നെ സി പി എം എന്ന് പറയുന്നതായിട്ടുള്ള പാർട്ടിക്കും പാർട്ടിയുടെ സെക്രട്ടറിക്കുമുണ്ട്. ഈ കൂട്ടുത്തരവാദിത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ കാര്യങ്ങളെല്ലാം ഷോൾഡർ ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നതെങ്കിൽ നമ്മൾ പറയുന്ന രീതിയിൽ പിണറായിയെ മാറ്റി നിർത്തി മത്സരിക്കേണ്ട കാര്യമില്ല. അതെല്ലാവരും കൂടി അങ്ങ് സഹിച്ചാൽ മതി എന്ന് തീരുമാനിച്ചാൽ അവരെല്ലാം തന്നെ വീണ്ടും എന്ത് ചെയ്യും, മത്സരരംഗത്തേക്ക് വരും. ഇപ്പോൾ എൽ ഡി എഫിന് തിരിച്ചടി ആയിട്ടുള്ളത് വല്ലാത്ത രീതിയിൽ വർഗീയത എടുത്ത് ഉപയോഗിച്ചു. പ്രത്യേകിച്ചും വെള്ളാപ്പള്ളിയൊക്കെ മുൻനിർത്തി അദ്ദേഹത്തെ ന്യായീകരിച്ച് അദ്ദേഹത്തിൻ്റെ വായി തുറന്നു വിട്ടു. അതിനെതിരെ കൃത്യമായിട്ടുള്ള പ്രതികരണങ്ങളൊന്നും ഉണ്ടായില്ല. യു ഡി എഫിനെ കോർണർ ചെയ്യാൻ ശ്രമിച്ചത് ജമായത്തി തുടങ്ങിയ SDPI ബന്ധങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ വലിയൊരു ശതമാനം മുസ്ലിം വോട്ടുകൾ ചോരാൻ ഇടയാക്കിയിട്ടുണ്ടല്ലോ. അല്ല, മുസ്ലിം വോട്ടുകൾ ചോരലല്ല പ്രശ്നം. മുസ്ലിം വോട്ടുകളെല്ലാം കൺസോളിഡേറ്റ് ചെയ്തു. അങ്ങനെ കൺസോളിഡേറ്റ് ചെയ്തതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം എന്താണ്? മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ അല്ലേ, അതെ, അവിടെ പ്രതിപക്ഷമില്ല. എല്ലാ സീറ്റിലും ജയിച്ചിരിക്കുന്നത് UDF ആണ്. മുസ്ലിം ലീഗുണ്ട്, പിന്നെ കോൺഗ്രസ്സാണ്, അല്ലെങ്കിൽ അവരുടെ ഘടകകക്ഷിയാണ്. പക്ഷേ CPM ഒറ്റ സീറ്റ് പോലുമില്ല. മലപ്പുറം ജില്ലയിൽ എന്തുകൊണ്ട് അങ്ങനെ മുസ്ലിം ഏകീകരണമുണ്ടായി? അത് CPMനെതിരെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ CPM എടുത്ത ന്യൂനപക്ഷ വിരുദ്ധതയുടെ ഫലമാണ് എന്നാണ് CPMനെ വിമർശിക്കുന്ന മുസ്ലിം നേതാക്കൾ പല തലത്തിലുള്ളവരും പറയും. അത് ശരിയാകുന്നത് എങ്ങനെ എന്ന് ചോദിച്ചാൽ, കുറച്ച് കാലമായിട്ട് CPM എടുക്കുന്ന നിലപാട് മുഴുവൻ ഇങ്ങനെ വ്യാഖ്യാനിക്കപ്പെടാനായിട്ട് അവരെടുക്കുന്ന നിലപാടാണ്. വ്യാഖ്യാനിക്കപ്പെടണം എന്നവർക്ക് നിർബന്ധമുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഹിന്ദു വോട്ടുകൾ അവരുടെ ഭാഗത്തുനിന്ന് ചോർന്നു പോകാതിരിക്കുകയുള്ളൂ എന്ന് അവരെ ആരോ പഠിപ്പിച്ചു. അതാണ് പ്രശ്നം. ഹിന്ദു വോട്ടും മുസ്ലിം വോട്ടും ക്രിസ്ത്യൻ വോട്ടും ഒക്കെ LDFനൊപ്പം നിൽക്കുന്നത് ഇതുവരെ CPM എടുത്തിരുന്ന സെക്കുലർ പൊളിറ്റിക്സിൻ്റെ പാർട്ടായിട്ടാണ്, മതേതര സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ആ മതേതര സ്വഭാവത്തിനനുസരിച്ചുള്ള പ്രവർത്തനമാണ് CPMൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത് CPM വിട്ടു. CPM വിടാൻ തുടങ്ങുന്നത് എങ്ങനെയാണ്? ആദ്യം പോയി മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ചു. ഇപ്പം ഞാൻ പലപ്പോഴും പറയാറുണ്ട്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ഒരു ബാനർ ഉയർന്നു, കരീമിക്ക. അതുവരെ സഖാവ് ഇളമരം കരീം എന്ന് വിളിച്ചിരുന്ന നാവുകൊണ്ട് കരീമിക്ക എന്ന് വിളിപ്പിക്കാനായിട്ട് പഠിപ്പിക്കുന്നു. അപ്പുറത്ത് കോൺഗ്രസ് തന്നെ രാഘവേട്ടൻ. രാഷ്ട്രീയമില്ല. അതിൽ പ്രൊജക്റ്റ് ചെയ്യപ്പെട്ടത് മുഴുവൻ എന്താണ്? മതമാണ്. ശരിക്കും അങ്ങനെ രാഷ്ട്രീയത്തെ മതവൽക്കരിക്കുന്ന ഒരു പ്രക്രിയയിലേക്ക് മുമ്പ് CPM പോകില്ലായിരുന്നു. പക്ഷെ പിന്നെ CPM പോയി. അതിൻ്റെ ഒരു എന്താണ് കൗണ്ടർ എഫക്റ്റാണ് മുസ്ലിം പ്രീണനം എന്ന് പറയുന്ന പരിപാടി നടത്തി പിന്നെ മുസ്ലിങ്ങൾക്കെതിരെ പ്രവർത്തിച്ച് മുസ്ലിം പ്രീണനമില്ല ഞങ്ങൾക്കെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ശ്രമം അവർ നടത്തുന്നത്. ഇത് രണ്ടും തെറ്റാണ്. ഇത് രണ്ടും തെറ്റായതുകൊണ്ട് അവർക്ക് സംഭവിച്ചെന്താണ്? അവർക്ക് അവരുടെ ഒപ്പം എന്നും എപ്പോഴും ശക്തമായി നിന്നിരുന്ന മുസ്ലിം വോട്ടുകൾ നഷ്ടമായി, ഒപ്പം കുറേ ഹിന്ദു വോട്ടുകളും നഷ്ടമായി. ഇവരെന്തിനെ വോട്ടിനെ ഹിന്ദുവിൻ്റേതും മുസ്ലിമിൻ്റേതും അല്ലെങ്കിൽ ക്രിസ്ത്യാനിയുടേതെന്നൊക്കെ പറഞ്ഞ് കരുതുന്നത്? അത് അവർ കരുതേണ്ടതല്ല, മറ്റുള്ളവർക്ക് കാണാം.
CPM ഒരു സെക്യുലർ പാർട്ടി ആയിരിക്കുന്നിടത്തോളം കാലം അതങ്ങനെ കാണാൻ പാടില്ല. പണ്ട് കണ്ടിട്ടില്ല, ഇപ്പോൾ കാണാൻ തുടങ്ങും. ആ മാറ്റങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ നേരത്തെ പോസ്റ്റർ അടിക്കുമ്പോൾ ഒരിക്കലും ഈ വ്യക്തികളുടെ ഫോട്ടോ വെച്ചിട്ട് അവരൊരിക്കലും വോട്ട് ചോദിക്കാറില്ലായിരുന്നു മുമ്പ്. ഫ്ലെക്സ് വെക്കില്ലായിരുന്നു നേതാക്കൾ. പിന്നെ അതൊക്കെ മാറിപ്പോയില്ലേ. നേതാക്കളുടെ വർണ്ണോജ്വലമായിട്ടുള്ള പടങ്ങൾ അച്ചടിച്ച് ഇറക്കാൻ തുടങ്ങി, ഫ്ലക്സ് വെക്കാൻ തുടങ്ങി. എന്നുവെച്ചാൽ മറ്റ് പാർട്ടികളെല്ലാം, അതിന് പേര് ബൂർഷ്വാ പാർട്ടി എന്ന് പറയുന്നതിലൊരു കഥയില്ല, മറ്റ് പാർട്ടികളെന്ന് പറയണ്ടേ. ആ പാർട്ടികളൊക്കെ ചെയ്യുന്ന എല്ലാ തെരഞ്ഞെടുപ്പ് പ്രവർത്തന രീതികളും CPM ഏറ്റെടുത്തു. ഇപ്പോൾ CPMൻ്റെ ഒരു എന്താണ്, CPM വേർപെടുത്തുന്ന ഒരു ക്യാരക്ടർ CPM നഷ്ടപ്പെടുത്തി. ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതാണ് മറ്റ് പാർട്ടികളിൽ നിന്ന് CPM ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന, വേർതിരിക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ വെട്ടിമാറ്റി. മറ്റ് പാർട്ടി തന്നെയാണ് ഈ പാർട്ടി. ഒരു വിഷയത്തിലല്ല, എല്ലാ വിഷയത്തിലും അങ്ങനെ എടുക്കാൻ തുടങ്ങിയപ്പോൾ അതിനൊരു വലിയ പ്രശ്നമുണ്ട്. എന്താണത്? അവരുടെ ഒരു ബ്രാൻഡ് സ്വഭാവത്തെ അവർ നശിപ്പിച്ചു, ഇടിച്ചു പൊളിച്ച് കളഞ്ഞു. ബ്രാൻഡ് ഇമേജാണ് പൊളിച്ചത്. CPMൻ്റെ ഒരു ഇടതുപക്ഷ ബ്രാൻഡ് ഇമേജ് എന്ന് പറയുന്നത് CPM തന്നെ ഇടിച്ചു പൊളിച്ചു. അതിൻ്റെ ഒരു ദുരന്തമാണ് ഇപ്പോൾ അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹിന്ദു പാർട്ടിയാണെങ്കിൽ ഹിന്ദു പാർട്ടിയായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയെ മാറ്റണമെന്നുണ്ടെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയേക്കാൾ എത്രയോ നല്ല ഹിന്ദു പാർട്ടി ഇവിടെയുണ്ട്, അതിൽ പോയാൽ പോരെന്നാണല്ലോ വിചാരിക്കും. അത് ഞാൻ പല സ്ഥലത്തും അതുകൊണ്ട് തന്നെ BJPക്ക് ഗുണകരമാകുന്നു. അതായത് നിങ്ങൾക്ക് ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും വരുമ്പോൾ നിങ്ങൾ എന്ത് തിരഞ്ഞെടുക്കും? ഒറിജിനൽ. അത് നിങ്ങൾക്ക് ഹിന്ദു പാർട്ടി വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ CPMൻ്റെ പുറകെ പോകണം. എന്തിനാണ് BJPയുടെ പുറകെ പോയപ്പോരെ? അപ്പോൾ പൊളിറ്റിക്സ് അങ്ങോട്ട് കൊണ്ടുപോകാൻ പാടില്ല CPMൻ്റെ പൊളിറ്റിക്സ് സെക്യുലർ പൊളിറ്റിക്സ് ആയിട്ട് നിർത്തണം. അതൊരിക്കലും ജാതി മത പ്രീണനത്തിലേക്ക് പോകുന്ന പാർട്ടിയാകാൻ പാടില്ല എന്നുള്ളത് അതവർ തെറ്റിച്ചോളും. ഇനി തിരുത്താൻ പറ്റുമോ അവർക്ക് അറിയില്ല. ഇതാണ് ഈ വിഷയത്തിൽ നമുക്ക് പറയാനായിട്ടുള്ള ഒരു അഭിപ്രായം എന്ന്. നിയമസഭാ തെരഞ്ഞെടുപ്പ് 80 വ്യത്യാസമാണ്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ആ തെരഞ്ഞെടുപ്പിൽ വ്യത്യസ്തമായിട്ടുള്ള ഫലമായിരിക്കും. ജനം ആഗ്രഹിക്കുന്നു UDF അധികാരത്തിൽ വരണമെന്ന്. ഈ തെരഞ്ഞെടുപ്പിൽ കാണിച്ചിരിക്കുന്ന വളരെ പ്രകടമായിട്ടുള്ള ഒരു റിസൾട്ട്, നിലവിലിരിക്കുന്ന ഭരണം മാറണം, പകരം UDF അല്ലാതെ മറ്റ് ആൾട്ടർനേറ്റീവ് ഇല്ല ഇപ്പോൾ കേരളത്തിൽ, അതുകൊണ്ട് അവർ വരട്ടെ എന്ന് ജനം കരുതിയിരിക്കുന്നു. അതാണ് പ്രശ്നം.